നമസ്കാരം. ഏറ്റവും വലിയ വിവാദം നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ വിസമ്മതിച്ച സംഭവത്തെ വല്ലാതെ വർഗീയവൽക്കരിക്കുകയാണ് ഇപ്പോൾ ഇടത് നേതാക്കൾ. തൃശൂർ സ്വദേശിയും CPM നേതാവുമായിട്ടുള്ള സുസിത് ശിവദേവാണ് വർഗീയ വിദ്വേഷം പടർത്തുന്ന സമൂഹ മാധ്യമ പോസ്റ്റുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസി ആയതിനാലാണ് ആസിഫ് അലിയിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം വാങ്ങാൻ മടിച്ചത് എന്നാണ് ഈ സുസിതിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. CPM വല്ലച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സുസിത്. മുസ്ലിം യുവാവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ മടിക്കുന്ന ഹൈന്ദവ ധാർഷ്ട്യമാണ്. അപമാനിതനായത് ആസിഫ് അലി അല്ല എന്നും നിങ്ങൾ തന്നെയാണ് എന്നായിരുന്നു സുസിത് ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. സംഘാടകരുമായിട്ടുള്ള അതൃപ്തിയെ തുടർന്നാണ് ആസിഫ് അലിക്ക് പകരം രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി പുരസ്കാരം വാങ്ങിയത് എന്നുള്ളതാണ്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് CPM നേതാവിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം രമേശ് നാരായണൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് സിനിമാ ലോകം പറയുന്നത്. ഇപ്പോൾ നിർമ്മാതാവും നടിയുമായിട്ടുള്ള ഷീലു എബ്രാഹിമും അതുതന്നെയാണ് പറയുന്നത്. ആസിഫ് അലി കൊടുത്ത അതേ മൊമെൻറ്റോ രമേശ് നാരായണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പൊതുവേദിയിൽ വെച്ച് വാങ്ങി. അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ജയരാജ് ചെയ്തതും മോശമാണെന്ന് തന്നെയാണ് ഷീല വിമർശിക്കുന്നത്. അതിനോടൊപ്പം നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ പൊതുസമൂഹത്തിലുമൊക്കെ വിചാരണ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സംഗീത സംവിധായകനുമൊക്കെയായ രമേശ് നാരായണൻ. മൊമെൻ്റോ നൽകവേ ആസിഫ് അലിയുടെ കൈ തട്ടിമാറ്റിയത് മനഃപൂർവ്വമല്ല എന്നും സംവിധായകൻ ജയരാജും കൂടെ അവിടെ വരണമെന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും രമേശ് നാരായണൻ പറയുന്നുവെങ്കിലും വിവാദം തണുക്കുന്നില്ല. ഒരാളെയും അധിക്ഷേപിക്കുവാനോ വിഷമിപ്പിക്കുവാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രമേശ് നാരായണൻ പറയുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും രമേശ് നാരായണൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വിവാദങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് ഈ രമേശ് നാരായണൻ നയിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന രമേശ് നാരായണൻ 2019 അവിടെ നിന്ന് വിരമിച്ചത്. റഫീഖ് അഹമ്മദ് എഴുതി രമേശിൻ്റെ മകൾ മധുശ്രീ നാരായണൻ പാടിയ തുഷാര ബിന്ദുവിൽ സൗരമയൂഖം എന്ന ഗാനം മകളെ പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആകാശവാണി കണ്ണൂർ നിലയത്തിൻ്റെ പടിയിറങ്ങിയതും. മ്യൂസിക് കമ്പോസറായി 1995 രമേശ് കണ്ണൂർ ആകാശവാണിയിൽ പ്രവേശിച്ചത്. ആകാശവാണിയിൽ അനേകം സംഗീത പരിപാടികൾ അദ്ദേഹം അവതരിപ്പിച്ചു. സ്വരമഞ്ജരി, ലളിത സംഗീത പാഠം എന്നിവ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള പല പരിപാടികൾ, അനേകം ലളിതഗാനങ്ങളുമൊക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശീയരായിട്ടുള്ള അനേകം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളൊക്കെ അവർ ആലപിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനാലും കണ്ണൂരിൽ തുടരാനാവാതെ വിട്ടുനിൽക്കേണ്ടി വന്നുവെങ്കിലും സ്വരമഞ്ജരിയിൽ പുതിയ ഗാനം ചിട്ടപ്പെടുത്തിയാണ് അദ്ദേഹം ഇവിടെ നിന്നും പടിയിറങ്ങിയത് പോലും. ഇവിടെ ആകാശവാണിയിൽ ദേശീയ അവാർഡുകളടക്കം അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഇതിനിടയിൽ അനേകം ചലച്ചിത്രങ്ങൾക്കും രമേശ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഈ പാട്ടുകളെല്ലാം ജനപ്രിയ ഗാനങ്ങളായി മാറുകയും ചെയ്തു. ദേശീയ പുരസ്കാരങ്ങളടക്കം അദ്ദേഹം നേടുകയും ചെയ്തു. ഗർഷോം, മേഘമൽഹാർ, പരദേശി, രാത്രിമഴ, ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങളൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഗാനങ്ങളുമാണ്. പത്മവിഭൂഷൺ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ പ്രിയ ശിഷ്യനായ രമേശ് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി കൂടിയാണ്. അദ്ദേഹത്തിന് അതും നൽകിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തെ കൂടുതൽ ജനപ്രിയമാക്കുകയും പുതുതലമുറകൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതം ഗൗരവപൂർവ്വം പകർന്നു നൽകുകയാണ് ഇനിയുള്ള ഉദ്ദേശമെന്നും സംഗീതം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സംഗീത ശില്പം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തതാണ്. ഗുരു പത്മവിഭൂഷൺ സംഗീത് മാർത്തണ്ഡ് പണ്ഡിറ്റ് ജസ്രാജിൻ്റെ അനുഗ്രഹ വർഷത്തോടെ പത്മവിഭൂഷൺ മോഹൻലാലിൻ്റെ ആശംസകളോടെ ചെയ്ത ഈ സംഗീത ആൽബം ഏറെ ശ്രദ്ധേയവുമാണ്. പത്മഭൂഷൺ യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര, ഹരിഹരൻ കൂടാതെ ശ്രീനിവാസ്, മക്കളായിട്ടുള്ള മധുവന്തി, മധുശ്രീ തുടങ്ങിയവരൊക്കെ ഈ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. സംഗീതജ്ഞനായിട്ടുള്ള ഡോക്ടർ ഹേമ നാരായണനാണ് രമേശ് നാരായണൻ്റെ ഭാര്യയും. ഇവിടെ രമേശ് നാരായണന് സംഗീതമല്ലാതെ മറ്റൊന്നിനോടും ഇത്രമേൽ പ്രണയമില്ല എന്ന് രമേശ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ചിറ്റൂർ ഗവൺമെൻറ് സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും 20ാമത്തെ വയസ്സിലാണ് പൂനെയിലുള്ള ജ്യേഷ്ഠൻ രാംദാസിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയതും അവിടെ ഭാരതീയ ഗന്ധർവ മഹാവിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുകയും പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള സംഗീതജ്ഞരുടെ ശിക്ഷണം ലഭിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് രമേശ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ശിഷ്യൻ പണ്ഡിറ്റ് സച്ചിദാനന്ദ ഫാക്ടറിയുടെ കീഴിൽ സിത്താറും അഭ്യസിച്ചു. 7 വർഷത്തെ പഠനത്തിന് ശേഷം 1985 പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനാകുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങൾ ഒന്നാണ്. 2 വർഷത്തോളം പരീക്ഷണ കാലഘട്ടമായിരുന്നുവെന്നും ജ്ഞാനസ്ഥനാവുക എന്ന ആഗ്രഹം പൂർണ്ണമായും തന്നിലുണ്ട് എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഗുരു തന്നെ എല്ലാ അർത്ഥത്തിലും ശിഷ്യൻ എന്ന പദത്തിന് യോഗ്യനാക്കിയത് എന്നും രമേശ് നാരായണൻ്റെ വാക്കുകളിലൂടെ പറയാൻ കഴിയുന്നു. അങ്ങനെ 1983 എറണാകുളത്ത് ഫൈൻ ആർട്സ് കോളേജിൽ വെച്ച് നടന്ന സംഗീത കച്ചേരിയിൽ അപ്രതീക്ഷിതമായിട്ടാണ്
അദ്ദേഹത്തിൻ്റെ ഗുരു തന്നോട് സദസ്സിൽ പാടാൻ ആവശ്യപ്പെട്ടത് എന്നും ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതം ആ ഹിന്ദുസ്ഥാനി ആലപിച്ചത് മലയാളത്തിൻ്റെ പുത്രനാണ് എന്ന് ഗുരു സദസ്സിന് മുന്നിൽ പരിചയപ്പെടുത്തുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തുവെന്നുമൊക്കെ രമേശ് നാരായണൻ പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അന്ന് വലിയ പ്രചാരമൊന്നും ലഭിച്ചിട്ടില്ലാത്ത കേരളത്തിൽ വെച്ച് തന്നെ ആ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ഗുരുവിൻ്റെ ശിഷ്യൻ മാത്രമാണ് എന്നും സ്വരഭാവ രാഗങ്ങളുടെ അനന്തസാഗരമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മുത്തുകൾ സ്വായത്തമാക്കാൻ ഈ ജന്മം മതിയാകില്ല എന്നും ഗുരുവിനൊപ്പം അസുലഭമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും തൻ്റെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശത്തിൻ്റെ 3-ാം ദിവസം ഗുരു വന്നതും അവിടെ സംഗീതത്താൽ പരിപാവനമാക്കുകയും ചെയ്തതിൽ പരംപുണ്യം ഈ ജീവിതത്തിൽ ലഭിക്കാനില്ല എന്നൊക്കെ രമേശ് നാരായണൻ കുറിച്ചു വെച്ചിട്ടുമുണ്ട്. സംഗീതം ജന്മസിദ്ധമായി കൂടെ ഉണ്ട് എന്നും കുട്ടിക്കാലം മുതൽ തനിയെ ഈണം നൽകിയിട്ടുണ്ട് എന്നും സംഗീതം കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പോൾ നൈസർഗികമായിട്ടുള്ള ഈ സിദ്ധി കൂടുതൽ ശക്തി ആർജിക്കുകയും സിനിമയല്ല സംഗീതത്തിൻ്റെ അവസാന വാക്ക് എന്ന് പലപ്പോഴും അദ്ദേഹം പറയുമ്പോഴും എന്നാൽ സംഗീതത്തെക്കുറിച്ച് അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ആസ്വദിക്കുമെന്നതിനാലാണ് കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് സിനിമയെ ഉപേക്ഷിക്കുവാൻ കഴിയില്ല. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് സംഗീത സംവിധാനത്തിന് തുടക്കം കുറിച്ചത് എങ്കിലും 1993 PT കുഞ്ഞുമുഹമ്മദിൻ്റെ മഗ്രിബ് എന്ന ചലച്ചിത്രത്തിൽ റെക്കോർഡിംഗ് നിർവഹിച്ചുകൊണ്ടായിരുന്നു സിനിമാ മേഖലയിലെത്തിയത്. PT-യുടെ 1999 പുറത്തിറങ്ങിയ ഗർഷോം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് സംഗീത സംവിധാനം നിർവഹിച്ചത്. റഫീഖ് അഹമ്മദിൻ്റെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഗാനത്തിൻ്റെ ട്രാക്ക് അതിമനോഹരമായിട്ട് പാടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹരിഹരൻ ഇത് ആലപിക്കണമെന്ന താല്പര്യം സംവിധായകനോട് പറയുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അത് വലിയ ഹിറ്റാവുകയൊക്കെ ചെയ്തു. ചിത്രത്തിൽ ഗാനം ആലപിക്കുന്ന ആ കഥാപാത്രം ചെയ്യാനും അദ്ദേഹത്തിന് അതോടൊപ്പം കഴിഞ്ഞു എന്നാണ്. എഴുതി കിട്ടുന്ന പാട്ടിന് സംഗീതം നിർവഹിക്കുമ്പോഴാണ് സംഗീത സംവിധായകൻ്റെ പ്രസക്തി ഏറുന്നത് എന്നുള്ളത് ശരിയാണ്. 2001 പുറത്തിറങ്ങിയ കമൽ ചിത്രമായിട്ടുള്ള മേഘമൽഹാറിലെ ഒരു നറുപുഷ്പമായി എന്ന് തുടങ്ങുന്ന ഗാനം ONV-യുടെ വരികൾക്ക് വീട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്യാമറയുടെ മുന്നിൽ തത്സമയം ഈണം പകർന്നത് പിരിമുറുക്കമുണ്ടാക്കിയെങ്കിലും നിരവധി അഭിനന്ദനങ്ങൾ നേടിത്തന്ന ഗാനമാണ് എന്ന് ഓർക്കുകയാണ് രമേശ് നാരായണൻ. 2005 ജയരാജ് സംവിധാനം ചെയ്ത മകൾക്ക് എന്ന ചിത്രത്തിലെ ചാഞ്ചാടി ആടി ഉറങ്ങൂ എന്നുള്ള ഒരു ഗാനം ആ അദ്നാൻ സാമിയുടെ ശബ്ദത്തിലൂടെയുള്ള പാട്ടിൻ്റെ പ്രശസ്തി എന്ന് പറയപ്പെടുന്നത് അതിന് കിട്ടിയ വിമർശനങ്ങളെയും മധുരതരമാക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. ഇതേ ചിത്രത്തിൽ കൈതപ്പുറം രചിച്ച് മഞ്ചരി പാടിയ മുകിലിൻ മകളെ എന്ന പാട്ടും ആസ്വാദകർ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഇനി ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ 2007 പുറത്തിറങ്ങിയ പരദേശി എന്ന ചിത്രത്തിലെ തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ എന്ന് തുടങ്ങുന്ന ഗാനം, അതായത് റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് സുജാതയുടെ ആലാപനത്തിലൂടെ വേറിട്ടൊരു അനുഭൂതി പകർന്നു നൽകുവാൻ രമേശ് നാരായണന് കഴിഞ്ഞു. 2011 PT കുഞ്ഞുമുഹമ്മദിന് തന്നെ വീരപുത്രൻ എന്ന ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയെ തൊളിച്ചാലും എന്ന റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയതും ഇതേ രമേശ് നാരായണൻ തന്നെയാണ്. അത് ശ്രേയ ഘോഷാൽ പാടിയതൊക്കെ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. കൂടാതെ എന്ന് നിന്റെ മൊയ്തീനിലെ ചങ്ങമ്പുഴയുടെ വരികളായിട്ടുള്ള ശാരദാംബരം ചാരുചന്ദ്രികയെ P ജയചന്ദ്രനും ശില്പാരാജും ചേർന്ന് പാടിയ പാട്ട് സംഗീത സംവിധാന ശൈലിയിൽ ഏറെ വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്ന ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ്. അടുത്തിടെ TK രാജീവ് കുമാറിൻ്റെ ചിത്രം കോളാമ്പിയിൽ പശ്ചാത്തല സംഗീതവും ഒക്കെ ഇദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. പിന്നണി ഗാനങ്ങൾക്ക് പുറമേ നിരവധി ആൽബങ്ങൾ ഭക്തിഗാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കർണാടിക് സംഗീതത്തെക്കാൾ രാഗങ്ങൾ കൂടുതലുള്ള ഹിന്ദുസ്ഥാനി സംഗീതം ഭാവത്തെക്കാൾ സ്വരത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിൽ കൂടിയും അതും സ്വായത്തമാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരു ആത്മീയ സാധനയുടെ ഭാഗം കൂടിയാണ് സംഗീതമെന്നും അത് മനസ്സിന് മാത്രമല്ല പ്രകൃതിയിലും മാറ്റങ്ങൾ വരുത്താൻ സംഗീതത്തിന് കഴിയുമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന ദുബായിൽ കച്ചേരി നടത്തവേ മഴ പെയ്തത് വ്യത്യസ്തമായ അനുഭവമാണ് എന്നും രമേശ് നാരായണൻ പറയുന്നുണ്ട്. മഴയുടെ രാഗങ്ങൾ ആലപിക്കെ കൊടുംവേനലിൽ കൊച്ചി മഴയിൽ കുതിർന്നതെന്ന് മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു എന്നും ധൂലിയ മൽഹാർ രാഗതരംഗങ്ങളും ഗുരുവിൻ്റെ അനുഗ്രഹവും പഞ്ചഭൂതങ്ങളിലുള്ള വിശ്വാസവും പരിഭാവനമായിട്ടുള്ള സംഗീതവും എല്ലാം ചേർന്നപ്പോൾ അങ്ങനെ ഒരു മാറ്റം പ്രകൃതിയിൽ സംഭവിച്ചതാണ് എന്നാണ് രമേശ് നാരായണൻ പറയുന്നു. 1994 സൂര്യ ഫെസ്റ്റിവലിൽ 30 മണിക്കൂർ ഒരു കച്ചേരി നടത്തുകയും 2013 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ B ശാന്താറാം ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തിൽ ഐസക് ന്യൂട്ടൺ മുതൽ അബ്ദുൽ കലാം ആസാദ് വരെയുള്ള മഹാത്മാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു കച്ചേരി നടത്തുകയും ചെയ്തിരുന്നു. അതും രമേശ് നാരായണൻ ചെയ്തതാണ്. ഇങ്ങനെ തുടർച്ചയായി 36 മണിക്കൂർ നടത്തിയ ആ കച്ചേരി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മാത്രമല്ല കണ്ണൂരിലെ കൂത്തുപറമ്പിലെ കർണാടക സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് രമേശ് നാരായണൻ ജനിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസമെങ്കിലും പോലും അദ്ദേഹത്തിന് കണ്ണൂരിൻ്റെ ഒരു മണമുണ്ട് എന്നുള്ളതാണ്. കർണാടിക് സംഗീതത്തിൽ വളരെ അധികം ശ്രേഷ്ഠമായ ഭാവങ്ങൾ ഉൾക്കൊണ്ട് സംഗീതം ഉൾക്കൊള്ളുവാനും അതിനെ പകർത്തുവാനും കഴിഞ്ഞ ഒരു വിദ്വാൻ കൂടിയായിരുന്നു രമേശ് നാരായണൻ എന്ന് പറയാം. പക്ഷേ ഞാനിത് രമേശ് നാരായണൻ്റെ ഈ കാര്യങ്ങൾ ഇവിടെ ഇത്രയും അവതരിപ്പിച്ചത് മറ്റൊന്നും വേണ്ടിയില്ല. രമേശ് നാരായണനെക്കുറിച്ച് പലർക്കും ഉണ്ടായിരുന്ന ഇത്രയും വലിയ മതിപ്പ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുവാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്.
പാട്ടിൻ്റെ ഏത് കുലപതി തന്നെ ആയിക്കൊള്ളട്ടെ, എങ്കിലും ഇങ്ങനെ ഒരു നടനോടോ ഒരു വ്യക്തിയോടോ ഒരു മനുഷ്യനോടോ കാണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ആസിഫ് അലിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു അവാർഡ് വാങ്ങിക്കാൻ കഴിയാത്തത്? അത്രത്തോളം താണുപോയ ഒരു നടനൊന്നുമല്ല ആസിഫ് അലി. ഇനി അത് തന്നെ ആകട്ടെ, ഒരാളിൽ നിന്ന് തന്നെയാണല്ലോ അത് ലഭിക്കുന്നത്. അപ്പോൾ ആസിഫ് അലിയെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ആസിഫ് അലിയെ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് CPM-ന്റെ എറാമൂളികൾക്ക് ഇതൊരു വർഗീയതയായിട്ട് കാണാൻ കഴിയുന്നു. നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ മടി കാണിച്ചത് വർഗീയതയാണ്, വർഗീയ മുഖത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ള ഈ CPM-കാരൻ്റെ ആ പല്ലവിയെ നമുക്ക് തള്ളിക്കളയാം. പകരം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിൽ ചിലത് എന്ന് പറഞ്ഞാൽ, ആസിഫ് അലിയിൽ നിന്നല്ല ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഒരു അവാർഡ് വാങ്ങാം. ആ അവാർഡ് രമേശ് നാരായണൻ പുരസ്കാരം വാങ്ങാൻ മടിച്ചതിന് അത് ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അത് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആസിഫ് അലി എന്ന് പറയപ്പെടുന്ന നടൻ കാണിച്ച ആ പക്വതയെങ്കിലും ഇത്രയും പ്രായമായ രമേശ് നാരായണൻ കാണിക്കേണ്ടതായിരുന്നു. ഇനി ഒപ്പം ജയരാജ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയും സിനിമാ സംവിധായകനും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അദ്ദേഹമെങ്കിലും ഇദ്ദേഹം കാണിച്ച ഈ പേക്കൂത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും നടൻ ആസിഫ് അലി ഒരു ചിരിയിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ആ അപമാനം ഒരു ചിരിയിലൂടെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആസിഫ് അലിക്ക് ഒരു ബിഗ് സല്യൂട്ട്.